ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം നാച്ചുറൽ റെമഡീസ് ആയിട്ടുള്ള ഒരു സിറം, ഞാൻ അന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹൗ ടു മേക്ക് എ നാച്ചുറൽ സിറം, നാച്ചുറൽ റെമഡീസ് മിക്സ്ഡ് സിറം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സിറം നിങ്ങൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഈ സിറത്തിൽ ഒന്നും കൂടി പറയാം, ഇതിൽ കണ്ടൻറ്റ് എന്തൊക്കെയാണെങ്കിൽ കാസ്റ്റർ ഓയിൽ, ഗ്ലിസറിന്, റോസ് വാട്ടർ, വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ്, ഇത് ഇത്രയും കണ്ടൻ്റാണ്. ബദാം ഓയിൽ, ഇത്രയും കണ്ടൻ്റാണ് ഈ സിറത്തിലെ നാച്ചുറൽ മേക്കിംഗ് സിറത്തിൽ അടങ്ങിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലേശം സിറം എടുത്തിട്ട് ഒന്നില്ലെങ്കിൽ കൈ കൊണ്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്താലും മതി, അല്ലെങ്കിൽ ഇത് നമ്മുടെ ഒരു 2-3 ഡ്രോപ്സ് നമ്മൾ എല്ലാവിടെയും അപ്ലൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഫിംഗർ കൊണ്ട് നന്നായിട്ട് നിങ്ങൾ അത് അപ്ലൈ ചെയ്യുക. ഇങ്ങനെ നന്നായി അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഇങ്ങനെ ചെറിയൊരു 2 മിനിറ്റ്സ് നിങ്ങൾ ഒരു 2 മിനിറ്റ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. എന്നിട്ട് നിങ്ങളിങ്ങനെ ടാപ്പിങ് ചെയ്യൂ, അല്ലെങ്കിൽ പിഞ്ച് ചെയ്യൂ. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ നിങ്ങൾ ഒരു 10-15 മിനിറ്റ്സ് മസാജ് ചെയ്യൂ. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ പോണത് നാച്ചുറൽ മസാജ് സ്റ്റെപ്പാണ്. ഒന്ന് നമ്മുടെ ചിന്നിൻ്റെ അവിടെ നിന്ന് തൊട്ടിട്ട് ഇങ്ങനെ അപ്വേർഡ് പൊസിഷനിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ നല്ലൊരു 10 മിനിറ്റ്സ് മസാജ് ചെയ്യുക. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈയുടെ മൗത്ത് കോർണറായിരിക്കും എപ്പോഴും ലൈനായിട്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ മൗത്ത് ഈ 2 ഫിംഗേഴ്സ് ഇങ്ങനെ പോയിട്ടുള്ള ഫേഷ്യൽ സ്റ്റെപ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മൗത്ത് ഇവിടെ ഇങ്ങനെ താഴേക്ക് സാഗ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് കൈകൊണ്ട് നിങ്ങൾ അപ്വേർഡ് മൂമെൻറ്റിൽ ഇങ്ങനെ ഇവിടെ ചെയ്ത് ഈ ടെമ്പിളിൽ പ്രഷർ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചീക്സ്, നമ്മുടെ ചിന്നിൻ്റെ അവിടെ നിന്ന് തൊട്ടിട്ട് എപ്പോഴും 2 കൈ ഉപയോഗിക്കണം കേട്ടോ. ഒരു കൈ നമ്മൾ ഫേസിന് എടുക്കാൻ പാടില്ല. ഇങ്ങനെ നന്നായിട്ട് ഫേഷ്യൽ മസാജ് ചെയ്യാം. നന്നായിട്ട് ഒരു 10-15 മിനിറ്റ്സ്. ഇപ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഫേസ് എത്ര റെഡിഷ്. ഇവിടെ ടെമ്പിളിൽ നമ്മൾ പ്രഷർ കൊടുക്കുക, ഇവിടെ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടുന്ന് ഈ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്താൽ മതി. നിങ്ങൾ മസ്റ്റിലായും ഫുൾ കൈ ഉപയോഗിച്ചില്ലെങ്കിലും ഈ 2 ഫിംഗേഴ്സ് കൊണ്ട് നമ്മളിങ്ങനെ ചെയ്ത് ഇവിടെ ടെമ്പിളിൽ പ്രഷർ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഫേഷ്യൽ മസാജ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ അത് നന്നായിട്ട് അത് നമ്മുടെ കാപ്പിലറീസ് എല്ലാം ഓപ്പൺ ആവും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സിറം പെനട്രേറ്റ് ചെയ്ത് ആവും. പിന്നെ ടെമ്പിളിൽ നമ്മൾ ഇങ്ങനെ പിന്നെ ഈ 2 ഫിംഗറിൻ്റെ ഇടയിൽ പിന്നെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ സാഗ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നന്നായിട്ട് ഈ ടെമ്പിൾ സൈഡും കണ്ണിൻ്റെ സൈഡും നമ്മുടെ ഐബ്രോസും ഇങ്ങനെ നന്നായിട്ട് പ്രഷർ കൊടുത്ത് ഇങ്ങനെ ഒരു 5-10 മിനിറ്റ്സ് നിങ്ങൾ മസാജ് കൊടുത്താലും മതി. ഇങ്ങനെ നമ്മുടെ സ്കിന്നിനെ ഇങ്ങനെ പ്രഷർ കൊടുത്ത് നമ്മുടെ സ്കിന്നിനെ ഇങ്ങനെ സാഗ് ചെയ്യുന്ന സ്കിന്നിനെ താഴെ നിന്ന് വലിച്ച് നിങ്ങളിങ്ങനെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നിങ്ങളുടെ ഫേസിലുള്ള റിങ്കിൾസ്, നിങ്ങളുടെ ഫേസിൽ വന്നിരിക്കുന്ന റിങ്കിൾസും ഇതുണ്ടാവും. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്റ്റെപ്പ്, ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്റ്റെപ്പ്, ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്റ്റെപ്പ്. ഇങ്ങനെ ടെമ്പിളിലാണ് നമ്മൾ എപ്പോഴും ടൈറ്റായിട്ട് ഇതാക്കേണ്ടത്. അത് കഴിഞ്ഞ് നിങ്ങളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോസിന് മുകളിൽ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്സ്
ഈ മസാജ് സ്റ്റെപ്സ് എന്തിനാണ്? ഫേഷ്യൽ മസാജ് സ്റ്റെപ്സ് നമ്മുടെ കപ്ലറീസിനെയും നമ്മുടെ പോർസിനെയും എല്ലാം ഓപ്പണാക്കി നമ്മുടെ സ്കിന്നിൽ സ്റ്റോപ്പ് ആയിട്ടുള്ള ഡള്ളായിട്ട് നിൽക്കണ അല്ലെങ്കിൽ നിർജീവമായിട്ടിരിക്കണ നമ്മുടെ സെൽസിനെ എല്ലാം ഓപ്പണാക്കി നമ്മൾക്ക് ബ്ലഡ് സർക്കുലേഷൻ വീണ്ടും നമ്മളുടെ ഇതിലേക്ക് വരാൻ തുടങ്ങും. നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള നല്ലൊരു പോർഷൻസും അതുപോലെ നമ്മൾക്ക് ഒരു ഗ്ലോയിങ് ഉണ്ട്, ചാമിങ് ലുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി. ഒരു 10-5 മിനിറ്റ്സ് ഇങ്ങനെയുള്ള മസാജ് നക്കും നിങ്ങളെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്സ് മസാജ് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിരിക്കും നിങ്ങളുടെ സ്കിന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഞാൻ ചെയ്തപ്പോൾ എൻ്റെ ഫേസ് എത്ര റെഡിഷ് ആയിരിക്കണം. എൻ്റെ ഫേസിലേക്ക് റെഡ് സർക്കുലേഷൻ വന്നിരിക്കണുണ്ടല്ലേ. വിത്തൗട്ട് മേക്കപ്പ് എൻ്റെ സ്കിന്ന് എത്ര ഒരു ചബ്ബി ഗ്ലോയിങ് റോസ് കളറിൽ നമുക്ക് കാണാൻ പറ്റണില്ലേ. അതുകൊണ്ട് നിങ്ങളും ട്രൈ ചെയ്യൂ. റെഗുലർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതൊരു നല്ലൊരു റിസൾട്ടാണ്. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക.